മുതലപ്പുഴയിലെ പ്രശ്നപരിഹാരത്തിന് എം.എൽ.എ. എന്ന നിലയിൽ ഒന്നും ചെയ്തില്ലെന്ന പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് മറുപടിയുമായി വി ശശി എം.എൽ.എ. മത്സ്യത്തൊഴിലാളികളുടെ പ്രതിഷേധത്തെ സർക്കാർ ഗൗരവപൂർവമായാണ് കണ്ടത്. ഫിഷറീസ് വകുപ്പ് മന്ത്രി വിളിച്ച സർവകക്ഷി യോഗത്തിൽ പ്രശ്നപരിഹാരം ചർച്ച ചെയ്ത് തീരുമാനമായതാണ്. ഇതിനെ മാനിക്കാതെ രാഷ്ട്രീയ നാടകമാണ് ഓഫീസ് ആക്രമവും പ്രതിഷേധവുമെന്ന് എം.എൽ.എ. വി ശശി പറഞ്ഞു. എക്സൈസ് മന്ത്രി ഉണ്ടായിരുന്നു, നമ്മുടെ ഇവിടെ തൊഴിൽ വകുപ്പ് മന്ത്രി ഉണ്ടായിരുന്നു, ഞങ്ങളെ ഉണ്ടായിരുന്നു, പഞ്ചായത്ത് പ്രസിഡന്റുമാരുണ്ടായിരുന്നു, സമരസമിതി ആൾക്കാരുണ്ടായിരുന്നു, എല്ലാ രാഷ്ട്രീയ കക്ഷികളുണ്ടായിരുന്നു. ആ മീറ്റിംഗിൽ ഒരു 12 തീരുമാനങ്ങൾ. ആ തീരുമാനങ്ങളിലേക്ക് വലിയ അവധി ഓരോ കാര്യങ്ങൾ നിർദ്ദേശിക്കുമ്പോൾ അത് തീരുമാനമായി മാറുകയും ചെയ്യുന്നു. ആ തീരുമാനം നടപ്പിലാക്കുന്നോ ഇല്ലയോ അതിലല്ലാതെ തീരുമാനങ്ങളുണ്ട്. ഈ എടുത്ത തീരുമാനങ്ങളെല്ലാം നടപ്പാക്കിയോ ഇല്ലയോ എന്ന് പരിശോധിച്ചാൽ 30/4/2020 വീണ്ടും മന്ത്രി വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു തീരുമാനം 30/4/2024 16 കോടി തീരുമാനങ്ങളെടുത്ത് ആ എടുത്ത തീരുമാനങ്ങൾ നടപ്പാക്കിയില്ല എന്ന് നമുക്ക് വ്യക്തമായി തെളിയിക്കാം. 2011 അധികാരത്തിൽ വന്ന UDF സർക്കാർ ഹാർബർ അശാസ്ത്രീയതയുണ്ടെന്നാരോപിച്ച് പുതുക്കി പണിതു. 2016 മുതൽ ഈ തുറമുഖമാണ് അവിടെയുള്ളത്. നിലവിൽ ശാശ്വത പരിഹാരത്തിന് CWPRSന്റെ പഠന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 177 കോടി രൂപയുടെ പ്രോജക്റ്റുമായി ഇടതുപക്ഷ സർക്കാർ മുന്നോട്ട് പോവുകയാണ്. 2025 മെയ് 20 ഹാർബർ നവീകരണ പ്രവർത്തനങ്ങൾ തുടങ്ങാനാണ് തീരുമാനം. കൂടാതെ 23 കോടി രൂപ ചെലവഴിച്ച് തീരസംരക്ഷണത്തിനുള്ള പുലിമുട്ടുകൾ സ്ഥാപിക്കുന്ന നടപടികളും പുരോഗമിച്ചു വരുന്നതായും എം.എൽ.എ. വി ശശി പറഞ്ഞു. അവിടെയുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു പുനർനിർമ്മാണമാണ് അതിലൂടെ നമ്മൾ കാണുന്നത്. സമഗ്രമായ ഒരു പുനർനിർമ്മാണം, ഈ അപകടരഹിതമായ ഒരു തുറമുഖം എന്ന അർത്ഥത്തിലാണ് അത് ആ പ്രപ്പോസ് തയ്യാറാക്കിയിട്ടുള്ളത്. അതിന് 177 കോടി രൂപ AS കിട്ടി. DSI സംസ്ഥാന ഗവൺമെൻറ് ടെൻഡർ ചെയ്ത് ഏതാണ്ട് ഓപ്പൺ ചെയ്ത് ഈ മെയ് 20-ാം തീയതി അത് നിർമ്മാണ ഉദ്ഘാടനം നടത്താനായിട്ട് ടെൻഡേറ്റീവായി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പം ഇതിനിടയിൽ ഈ പൂത്ര ഭാഗത്തുണ്ടാകുന്ന കടൽക്ഷോഭവും താലപ്പള്ളി ഭാഗത്തുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ 5 ഭാഗത്തുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ രൂക്ഷമാക്കുന്നുണ്ട്. അത് തുറമുഖത്തിന്റെ ഭാഗമാണോ എന്ന് നമുക്കറിയില്ല. പക്ഷെ എന്തായാലും അത് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കിഡ്ബിയെ ആശ്രയിച്ച് ചില പദ്ധതികൾ കൽപ്പിക്കുന്നുണ്ട്. എം.എൽ.എ. ഓഫീസ് തകർത്ത സംഭവത്തിൽ പ്രതിഷേധിച്ച് LDFന്റെ നേതൃത്വത്തിൽ ഏപ്രിൽ 25 ചിറയൻകീഴ് വലിയ കടയിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കും. പ്രശ്നപരിഹാരത്തിന് എം.എൽ.എ. വി ശശി യാതൊന്നും ചെയ്തില്ലെന്ന് ആരോപിച്ച് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും എം.എൽ.എയുടെ ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചിരുന്നു. തലസ്ഥാന വാർത്തകൾ, ചിറയൻകീഴ്. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ആലങ്കോട് അറേബ്യനിൽ നിന്നും പർച്ചേസ് ചെയ്യുമ്പോൾ ഹോൾസെയിൽ വിലയ്ക്കൊപ്പം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടാതെ കൈനിറയ സമ്മാനങ്ങളും. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള LED ലൈറ്റുകളുടെയും ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി CS ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്.